അല്ലാഹുവിന്റെ മഹാന്മാര് വലിയ പദവിയിലെത്തിയത് ആരെ കൊണ്ടാണ് മോനെ? മദീനയുടെ രാജാവിനെ കൊണ്ടല്ലേ. മമ്പുറം തങ്ങളുടെ മഖ്ബറയിലെ തിരക്കൊഴിയാത്തത് ആരെ കൊണ്ടാണ്? വെളിയങ്കോട് ഉമർഖാലി തങ്ങളടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞിട്ട് അതിന് പരിഹാരം നേടുന്നത് ആരെ കൊണ്ടാണ് മോനെ? താജുലുലമ ഉള്ളാള് തങ്ങളുടെ ജനാസ അടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ സമ്മേളിച്ചത് ആരെ കൊണ്ടാ? ഇന്നും അവിടുന്ന് കറാമത്തുകളുടെ കൂമ്പാരങ്ങൾ കാണിക്കുന്നത് ആരെ കൊണ്ടാണ് മോനെ? മഹാന്മാരെല്ലാരുടെയും ദറജ ഉയർന്നത് നബിയേ തുമാരേ ദിയേ ഹബീബായ മുത്തുനബി തങ്ങളെ കൊണ്ടാണ് കേട്ടോ. അറിയുമോ ബഹുമാനപ്പെട്ട വലിയ മഹാനാണ്, വലിയ ആശിഖുർ റസൂലാണ്. എല്ലാ ദിവസവും റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി അവിടുത്തേക്ക് അയച്ചു കൊടുത്തിട്ടല്ലാതെ അവിടുന്ന് വിരിപ്പിൽ ഉറങ്ങുകയില്ലായിരുന്നു കേട്ടോ. നമ്മളെ പോലെ 100ഉം 200ഉം അതല്ലെങ്കിൽ 500ഉം സ്വലാത്ത് ചൊല്ലുന്ന മഹാനല്ല. നേരെ മറിച്ച് 3000-ത്തിലധികം സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങുന്ന മഹാൻ. 3 ദിവസമായി മഹാനവറുകളുടെ സ്വലാത്ത് മദീനയിലെത്തുന്നില്ല. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുള്ളൊരു മഹാനുമായി സ്വപ്നത്തിൽ സംവദിക്കുകയാണ്. എന്താണ് മഹാനവറുകളോട് ആരംഭപ്പൂവായ മുത്തുനബി തങ്ങൾ പറഞ്ഞത്? ഖുതുബുദ്ദീൻ തങ്ങളെ എനിക്ക് എല്ലാ ദിവസവും 3000-ത്തിലധികം സ്വലാത്ത് ചൊല്ലുന്ന മഹാനാണ്. 2-3 ദിവസമായി എനിക്ക് സ്വലാത്ത് കിട്ടുന്നില്ല. കാരണം എന്താണെന്നൊന്ന് തിരക്കി വരുമോ? എന്ത് പറ്റിയെന്ന് അറിയാൻ കഴിയുമോ? അങ്ങനെ മഹാനവറുകൾ റസൂലുള്ളാഹി തങ്ങളുടെ റിക്വസ്റ്റ് പാലിച്ചിട്ട് ഖുതുബുദ്ദീൻ തങ്ങളടുത്തേക്ക് ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പരാതി പറഞ്ഞത് ബോധിപ്പിക്കുകയാണ്. അപ്പൊ ഖുതുബുദ്ദീൻ തങ്ങൾ പറയുകയാണ്, ചെറുപ്പക്കാരാ ശ്രദ്ധിക്കണം മോനെ. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും 3000-ത്തിലധികം സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് അയച്ചു കൊടുത്തിട്ട് മദീനയുടെ രാജാവിനെ സന്തോഷിപ്പിച്ചിട്ടാണ് മോനെ ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങരുത്. ഇന്നതാ 2-3 ദിവസം കൊണ്ട് എനിക്ക് ചെല്ലാൻ കഴിയുന്നില്ല, അതിനുള്ള സമയം കിട്ടിയില്ലാതവാ 3000 സ്വലാത്ത് ചൊല്ലുന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മഹാനായ ഖുതുബുദ്ദീൻ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പരാതി ബോധിപ്പിച്ചതറിഞ്ഞപ്പോ അവിടുന്ന് അതാ സ്വലാത്തിന്റെ എണ്ണം അന്ന് മുതൽ കൂട്ടുകയാണ്. അവിടുന്ന് പിന്നെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി വലിയ പദവിയിലേക്ക് എത്തുകയാണ്. മദീനയുടെ രാജാവുമായി സംവദിക്കുകയാണ്. ചെറുപ്പക്കാരാ, സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്രയോ രാവുകളാണ് നമ്മൾ ഹറാമുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എത്രയോ സമയങ്ങളിലാണ് വൃത്തികെട്ട സിനിമാ പാട്ടുകൾ പാടി നടക്കുന്നത്. എത്രയോ സമയങ്ങളിലാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഏഷണിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പെങ്ങളെ, എല്ലാ സമയത്തും ചെല്ലാവുന്ന